യൂറിൻ അനാലിസിസിന്റെ ലാസ്റ്റ് സെഷനിലേക്ക് സ്വാഗതം. യൂറിൻ അനാലിസിസിൽ 3 സ്റ്റെപ്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഫിസിക്കൽ എക്സാമിനേഷൻ, കെമിക്കൽ എക്സാമിനേഷൻ ആൻഡ് മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ. ഇതിൽ ആദ്യത്തെ 2 പോർഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയുണ്ടായി. ഈ പ്രസന്റേഷനിൽ ഇന്ന് നമ്മൾ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ, ഒപ്പം പ്രഗ്നൻസി ടെസ്റ്റ് ആൻഡ് യൂറിൻ അനലൈസർ, ഇത്രയും കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. യൂറിൻ മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാനാവുമല്ലോ, അത് സെൽസ്, ബാക്ടീരിയ, ക്രിസ്റ്റൽസ് എന്നിവ പോലുള്ളവയെ കണ്ടെത്താനാണെന്ന്. ഇറ്റ് ഈസ് ഓഫൺ ഡൺ ആസ് എ പാർട്ട് ഓഫ് ആൻ ഓവറോൾ യൂറിൻ അനാലിസിസ്. കിഡ്നി ഡിസീസസിന്റെ ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റിൽ ഒരു വൈറ്റൽ റോൾ, പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. Microscopical examination of urine provides a direct sampling of urinary tract morphology. യൂറിൻ സെഡിമെന്റ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യൂറിനറി ബ്ലാഡർ, യൂറിനറി ട്രാക്ട് പോലുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള സെൽസ് ആൻഡ് അതർ ഓർഗനൈസ്ഡ് മെറ്റീരിയൽസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവയുടെ എക്സാമിനേഷൻ നമുക്ക് ഇത്തരം ഭാഗങ്ങളുടെ ഘടന മനസ്സിലാക്കി തരുന്നു. ഇത് കിഡ്നിയുമായി ബന്ധപ്പെട്ട ഡിസീസസിന്റെ ഡയഗ്നോസിസ് ആൻഡ് പ്രോഗ്നോസിസിന് സഹായിക്കുന്നു. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗനിർണയം, പ്രോഗ്നോസിസ് എന്നാൽ കണ്ടുപിടിച്ച ഒരു രോഗത്തിന്റെ മുൻകൂട്ടിയുള്ള ധാരണ, അതായത് രോഗം എത്ര നാൾ നീണ്ടു നിൽക്കാം, ഭേദമാവാനുള്ള സാധ്യത എത്രത്തോളം, ഡിസീസ് ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ ഒരു പ്രെഡിക്ഷൻ ചെയ്യാൻ കഴിയുക എന്നതാണ് പ്രോഗ്നോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂറിൻ കളക്ട് ചെയ്ത ശേഷം എക്സാമിൻ ചെയ്യാൻ ഡിലേ വരുന്നതിനനുസരിച്ച് സെൽസ്, ക്രിസ്റ്റൽസ് തുടങ്ങിയവയൊക്കെ വിഘടിച്ചു പോവാം എന്ന് നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞതോർക്കുമല്ലോ. അതുകൊണ്ട് ഫ്രഷ് യൂറിൻ തന്നെയാവണം മൈക്രോസ്കോപ്പിക് എക്സാമിനേഷന് ഉപയോഗിക്കേണ്ടത്. ഏർലി മോർണിംഗ് ഓർ ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ കളക്ട് ചെയ്യുക. എക്സ്റ്റേണൽ ജനൈറ്റൽ പാർട്സ് നന്നായി ക്ലീൻ ചെയ്ത ശേഷമാവണം യൂറിൻ എടുക്കേണ്ടത്. യു ഹാവ് ടു കളക്ട് ദ മിഡിൽ പോർഷൻ ഓഫ് യൂറിൻ ദാറ്റ് കംസ് ഔട്ട്. യൂറിത്രൽ ഓപ്പണിങ്ങിന് പുറത്ത് ബോഡി പാർട്സിൽ നിന്നും ബാക്ടീരിയ പോലുള്ള കണ്ടാമിനേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ക്ലീൻ ക്യാച്ച് മിഡ് സ്ട്രീം യൂറിൻ നിർദ്ദേശിക്കുന്നത്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യാൻ നന്നായി മിക്സ് ചെയ്ത യൂറിൻ സാമ്പിൾ 10 ml ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് 1500 to 2000 RPM-ൽ 5 to 10 minutes സെൻട്രിഫ്യൂജ് ചെയ്യുക. Then discard the supernatant and resuspend the sediment in 1 to 2 drops of urine. സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞ് ട്യൂബിൽ സൊല്യൂഷന്റെ മുകൾ ഭാഗമാണ് സൂപ്പർനേറ്റന്റ്. അറിയാമല്ലോ, ട്യൂബിൽ ബോട്ടം പാർട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത പാർട്ടിക്കിൾസിനെയാണ് ഇവിടെ സെഡിമെന്റ് എന്ന് പറയുന്നത്. സൂപ്പർനേറ്റന്റ് ഒരു പാസ്റ്റർ പിപ്പറ്റ് ഉപയോഗിച്ച് റിമൂവ് ചെയ്ത ശേഷം ലാസ്റ്റ് 1 to 2 ഡ്രോപ്സ് സെഡിമെന്റ് ഉൾപ്പെടെ മിക്സ് ചെയ്യുക. From this, a drop is placed on a clean glass slide. Put a cover glass and look under microscope. ആദ്യം ലോ പവർ ഒബ്ജക്റ്റീവിലും പിന്നീട് ഹൈ പവർ ഒബ്ജക്റ്റീവിലുമായി എക്സാമിൻ ചെയ്യുക. സെൽസ്, കാസ്റ്റ്, ക്രിസ്റ്റൽസ് എന്നിവയെ ഐഡന്റിഫൈ ചെയ്ത് ആവറേജ് നമ്പർ റിപ്പോർട്ട് ചെയ്യുക. യൂറിൻ സെഡിമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സെഡിമെന്റ്സ് ഓർഗനൈസ്ഡ് എന്നും അൺഓർഗനൈസ്ഡ് എന്നും 2 തരത്തിലുണ്ട്. RBC, പസ് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്, ബാക്ടീരിയ, കാസ്റ്റ് എന്നിവ ഓർഗനൈസ്ഡ് സെഡിമെന്റ്സ് വിഭാഗത്തിലും ചില കെമിക്കൽസിന്റെ സോളിഡ് ഓർ ക്രിസ്റ്റൽ ഫോംസ് അൺഓർഗനൈസ്ഡ് വിഭാഗത്തിലും വരുന്നു. ഇനി നമുക്ക് ഓർഗനൈസ്ഡ് സെഡിമെന്റ്സിനെ ഒന്ന് വിശദമായി പരിചയപ്പെടാം. ഡെഡ് വൈറ്റ് ബ്ലഡ് സെൽസിനെയാണ് പസ് സെൽസ് എന്ന് പറയുന്നത്. Few pus cells are normal in urine. ഗ്രൂപ്പായോ അല്ലാതെയോ കാണുന്ന ഗ്രാനുലാർ അപ്പിയറൻസ് ഉള്ള റൗണ്ട് ഓർ ഓവൽ ബോഡീസ് ആയിട്ടാണ് ഇവ കാണപ്പെടുന്നത്. യൂറിനിൽ പസ് സെൽസ് കൂടുതൽ നമ്പറിൽ കാണുന്നത് UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ സൂചനയാണ്. റെഡ് സെൽസ് ആർ നോട്ട് യൂഷ്വലി പ്രസന്റ് ഇൻ നോർമൽ യൂറിൻ. പക്ഷേ UTI, കിഡ്നി ഓർ ബ്ലാഡർ സ്റ്റോൺസ് തുടങ്ങിയവ യൂറിനിൽ RBCയുടെ സാന്നിധ്യത്തിന് കാരണമാവാറുണ്ട്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ സ്മോൾ റിഫ്രാക്ടൈൽ ബോഡീസ് ആയിട്ടാണ് റെഡ് സെൽസ് കാണുന്നത്. അത്തരം കേസുകളിൽ കൗണ്ട് ചെയ്ത്
റെഡ് സെൽസ് പെർ ഹൈ പവർ ഫീൽഡ് ആയി റിപ്പോർട്ട് നൽകുന്നു. പസ് സെൽസ്, റെഡ് സെൽസ് ഇവയുടെ യൂറിൻ സെഡിമെന്റ്സിലുള്ള മൈക്രോസ്കോപ്പിക് വ്യൂ ചിത്രത്തിൽ കൊടുത്തത് ശ്രദ്ധിക്കുക. യൂറിനറി ട്രാക്ട്, യൂറിനറി ബ്ലാഡർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള എപ്പിത്തീലിയൽ സെൽസ് വളരെ കുറഞ്ഞ അളവിൽ യൂറിനിൽ കാണാറുണ്ട്. But a large number of epithelial cells in urine may be a sign of inflammation, UTI, etc. A small number of bacteria may be found in the urine of many healthy people, but presence of a large number of bacteria in freshly voided urine indicates UTI. അതായത് ഫ്രഷ് ക്ലീൻ ക്യാച്ച് മിഡ്സ്ട്രീം ആയി കളക്ട് ചെയ്ത യൂറിനിൽ ബാക്ടീരിയ ഉയർന്ന അളവിൽ കാണുന്നത് അണുബാധയെ സൂചിപ്പിക്കുന്നു. കൊടുത്തിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുമല്ലോ. ഓർഗനൈസ്ഡ് വിഭാഗത്തിൽ നമ്മൾ മെൻഷൻ ചെയ്ത ലാസ്റ്റ് സെഡിമെന്റ് ആണ് കാസ്റ്റ്. They are tube-like structures formed by the solidification of proteins in renal tubules. Renal tubulesന്റെ ഉൾഭാഗത്താണ് പ്രോട്ടീൻ മെറ്റീരിയൽസ് കൂടിച്ചേർന്ന് കാസ്റ്റ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ട്യൂബുലാർ ഷേപ്പിൽ ഇവ കാണപ്പെടുന്നു. ഇത്തരം കൊയാഗുലേറ്റഡ് പ്രോട്ടീൻസിനുള്ളിൽ WBC, RBC, എപ്പിത്തീലിയൽ സെൽസ് പോലുള്ളവ ട്രാപ്പ് ചെയ്ത് സെല്ലുലാർ കാസ്റ്റ് ആയി മാറാം. കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ശ്രദ്ധിക്കുക. ഇവയുടെ അപ്പിയറൻസ് അനുസരിച്ച് കോസ് ഗ്രാനുലാർ, ഫൈൻലി ഗ്രാനുലാർ, വാക്സി കാസ്റ്റ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. യൂറിനിൽ കാസ്റ്റിന്റെ സാന്നിധ്യം റീനൽ ഡിസീസസിന്റെ സൂചനയാണ്. യൂറിൻ മൈക്രോസ്കോപ്പി ചെയ്യുമ്പോൾ അവയുടെ എണ്ണവും അപ്പിയറൻസും നിരീക്ഷിച്ച് റിപ്പോർട്ട് നൽകുന്നു. Urine contains many chemicals. Sometimes these chemicals form solids called crystals. Freshly voided യൂറിനിൽ ക്രിസ്റ്റൽസ് കാണാറില്ല. കീപ്പ് ചെയ്യുന്നതിനനുസരിച്ച് കെമിക്കൽസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്താണ് പല ക്രിസ്റ്റൽസും രൂപപ്പെടുന്നത്. സൾഫനമൈഡ്സ്, സിസ്റ്റീൻ, യൂറേറ്റ്സ്, ഓക്സലേറ്റ് പോലുള്ള ചില ക്രിസ്റ്റലുകളാണ് ക്ലിനിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മറ്റുള്ളവയ്ക്ക് അത്ര തന്നെ പ്രാധാന്യം നൽകാറില്ല. യൂറിന്റെ pH ഓർ റിയാക്ഷൻ അനുസരിച്ച് ക്രിസ്റ്റലുകളുടെ സാന്നിധ്യവും മാറുന്നു. അതായത് അസിഡിക് യൂറിനിലും ആൽക്കലൈൻ യൂറിനിലും വെവ്വേറെ തരം ക്രിസ്റ്റൽസ് കാണപ്പെടുന്നു. ഉദാഹരണം അമോർഫസ് യൂറേറ്റ്സ്, കാൽഷ്യം ഓക്സലേറ്റ്, യൂറിക് ആസിഡ് എന്നീ ക്രിസ്റ്റൽസ് അസിഡിക് pH ഉള്ള യൂറിനിൽ കാണപ്പെടുമ്പോൾ ആൽക്കലൈൻ pHൽ കാണാറുള്ളത് അമോർഫസ് ഫോസ്ഫേറ്റ്, ട്രിപ്പിൾ ഫോസ്ഫേറ്റ്, കാൽഷ്യം കാർബണേറ്റ് തുടങ്ങിയവയാണ്. നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത ക്രിസ്റ്റൽസിന്റെ പിക്ചേഴ്സ് തന്നിരിക്കുന്നത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുമല്ലോ. ഓരോ ക്രിസ്റ്റൽസിന്റെയും പ്രത്യേകമായ ക്യാരക്ടറിസ്റ്റിക് ഷേപ്പ് നിരീക്ഷിച്ചാണ് അവ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഉദാഹരണമായി കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസിന്റെ എൻവലപ്പ് ഷേപ്പ്, കഫീൽ ലിഡ് ഷേപ്പ് ഉള്ള ട്രിപ്പിൾ ഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ് തുടങ്ങിയവ ശ്രദ്ധിക്കുക. വീണ്ടും പിക്ചേഴ്സ് കാണുമ്പോഴോ മൈക്രോസ്കോപ്പി ചെയ്യുമ്പോഴോ ഇവ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. കഴിഞ്ഞ വർഷം നിങ്ങൾ OJT അറ്റൻഡ് ചെയ്ത സമയങ്ങളിൽ ഒരു പക്ഷേ യൂറിൻ അനാലിസിസ് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഡോക്ടേഴ്സിന്റെ റിക്വസ്റ്റ് ധാരാളം കണ്ടുകാണും. ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അതിൽ ടെസ്റ്റുകൾ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നതെന്ന്? യൂറിൻ RE എന്നത് റുട്ടീൻ എക്സാമിനേഷനെ സൂചിപ്പിക്കുന്നു. യൂറിൻ ഷുഗർ, പ്രോട്ടീൻ, റിയാക്ഷൻ ഓർ pH, യൂറിൻ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ME എന്നിവയാണ് അതിൽ ഉൾപ്പെടുന്നത്. ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം സംശയിക്കുന്ന ഒരു രോഗിക്ക് യൂറിൻ BSBP എന്ന് നിർദ്ദേശിക്കാറുണ്ട്. അത് ബൈൽ സാൾട്ട്സ്, ബൈൽ പിഗ്മെന്റ്സ് ടെസ്റ്റുകളെയാണ് ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ യൂറിൻ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്, യൂറിൻ സ്ട്രിപ്സ്, യൂറിൻ അനലൈസർ എന്നിവ കൂടി ഒന്ന് മനസ്സിലാക്കാം. യൂറിനിൽ HCG, ഹ്യൂമൻ കോറിയോണിക് ഗൊനാഡോട്രോപ്പിൻ എന്ന ഹോർമോണിന്റെ സാന്നിധ്യം ഡിറ്റക്ട് ചെയ്യുന്നത് പ്രഗ്നൻസിയുടെ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റായി കണക്കാക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടന്ന് 6 to 12 ഡേയ്സിനുള്ളിൽ യൂറിനിലും ബ്ലഡിലും HCGയുടെ പ്രസൻസ് കണ്ടെത്താൻ കഴിയും. ഇതിൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് വളരെ സിമ്പിൾ ആയി ചെയ്യാവുന്ന ഒരു പ്രൊസീജിയർ ആണ്. കാർഡ് ടെസ്റ്റ് ആണ് സാധാരണയായി പ്രഗ്നൻസി ഡിറ്റക്ഷന് ഉപയോഗിക്കുന്നത്. ഇത് ഒരു സിംഗിൾ സ്റ്റെപ്പ് ഇമ്മ്യൂണോ എസ്സേ ആണ്.
ഒരു സബ്സ്റ്റൻസിന്റെ ആന്റിജൻ ആയോ ആന്റിബോഡി ആയോ ഉള്ള പ്രോപ്പർട്ടീസ് കണ്ടെത്തുന്ന അനാലിസിസ് ആണ് ഇമ്മ്യൂണോ എസ്സേ എന്ന് സിമ്പിളായി പറയാം. ഇവിടെ ഒരു ഡിസ്പോസിബിൾ കാർഡിൽ anti-HCG ആന്റിബോഡി കോട്ട് ചെയ്തിട്ടുള്ള പേപ്പർ സ്ട്രിപ്സ് ആണ് ഉപയോഗിക്കുന്നത്. കാർഡിലെ സാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്പോട്ടാണ് സാമ്പിൾ വിൻഡോ. ഇതിൽ യൂറിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൺട്രോൾ ആൻഡ് ടെസ്റ്റ് ഏരിയയിൽ കളേർഡ് ബാൻഡ് പ്രകടമാവുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. കാർഡ് ടെസ്റ്റിന്റെ പ്രൊസീജിയറും ഇന്റർപ്രിട്ടേഷനും എങ്ങനെയെന്ന് നോക്കാം. ടെസ്റ്റ് ചെയ്യാനുള്ള ഡിസ്പോസിബിൾ കാർഡ് സീൽഡ് പൗച്ചിനുള്ളിൽ നിന്നും പുറത്തെടുക്കുക. റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ച കാർഡ് ആണെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിയ ശേഷം ഉപയോഗിക്കുക. കാർഡിനൊപ്പം അവൈലബിൾ ആയ ഡ്രോപ്പർ ഉപയോഗിച്ച് 3 ഡ്രോപ്സ് യൂറിൻ സാമ്പിൾ വിൻഡോയിൽ ആഡ് ചെയ്യുന്നു. ശേഷം കൺട്രോൾ, ടെസ്റ്റ് എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയയിൽ കളേർഡ് ബാൻഡ് അപ്പിയർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 3 തരത്തിൽ കളേർഡ് ബാൻഡ് അപ്പിയർ ചെയ്യുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. കൺട്രോൾ, ടെസ്റ്റ് എന്നീ 2 ഏരിയയിലും കളേർഡ് ബാൻഡ് പോസിറ്റീവ് ടെസ്റ്റിനെ സൂചിപ്പിക്കുന്നു. കൺട്രോൾ ഏരിയയിൽ മാത്രം ഫോം ചെയ്യുന്ന ബാൻഡ് നെഗറ്റീവ് റിസൾട്ടിനെയും, കൺട്രോൾ ഏരിയയിൽ ബാൻഡ് അപ്പിയർ ചെയ്യാതെ ടെസ്റ്റ് റീജിയണിൽ മാത്രമുള്ള ബാൻഡ് ഫോർമേഷൻ ടെസ്റ്റ് ഇൻവാലിഡ് അല്ലെങ്കിൽ കാർഡ് ഫംഗ്ഷനിങ് അല്ല എന്ന സൂചന നൽകുന്നു. കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിനിൽ മിക്ക ടെസ്റ്റുകളിലും സ്ട്രിപ്പ് മെത്തേഡ് അല്ലെങ്കിൽ ഡിപ് സ്റ്റിക്ക് മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായി, ഓർക്കുന്നില്ലേ? ഒന്നോ അതിലധികമോ ടെസ്റ്റുകൾക്കുള്ള റിയേജൻസ് കോട്ട് ചെയ്തിട്ടുള്ള പാഡ്സ് അടങ്ങിയ സ്ട്രിപ്സ്, മേ ബി പ്ലാസ്റ്റിക് ഓർ പേപ്പർ, ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സ്ട്രിപ്പിന്റെ ടെസ്റ്റ് എൻഡ് യൂറിനിൽ ഇമ്മേഴ്സ് ചെയ്തെടുക്കുന്നു. അറ്റ്ലീസ്റ്റ് 15 സെക്കൻഡ്സിന് ശേഷം സ്ട്രിപ്പിൽ ഫോം ചെയ്ത കളർ ബോട്ടിലിന്റെ മുകളിലുള്ള കളർ സ്കെയിലുമായി കമ്പയർ ചെയ്യുന്നു. ചിത്രം ശ്രദ്ധിക്കുമല്ലോ. Automated machines are now available to perform routine urine analysis and are called urine analyzers. Bilirubin, glucose, protein, red cells തുടങ്ങിയ കോമ്പൗണ്ടുകളെയെല്ലാം റീഡ് ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും യൂറിൻ അനലൈസറിന് കഴിയുന്നു. റിഫ്ലക്റ്റൻസ് ഫോട്ടോമെട്രി ഓർ ഫ്ലോ സെൽ സൈറ്റോമെട്രി ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. പ്രധാനപ്പെട്ട ചില യൂറിൻ അനലൈസറുകളുടെ പേരുകൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ക്ലിനിക്കൽ പത്തോളജിയുടെ ഒരു വലിയ ടോപ്പിക്കായ യൂറിൻ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. തിയറിയും പ്രാക്ടിക്കൽ സൈഡും ഒരേ ഇമ്പോർട്ടൻസോടുകൂടി പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. ഇനി റിവിഷൻ, ഹോംവർക്ക് തുടങ്ങിയവയിലൂടെ ഇതെല്ലാം പഠിക്കുക എന്ന ഉത്തരവാദിത്തം നിങ്ങളുടേതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരാൻ ടീച്ചേഴ്സ് എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. താങ്ക് യു.